നമസ്കാരം. അൽ മുക്താദിർ ജുവലറിയുടെ തട്ടിപ്പിൽപ്പെട്ടവർ ഊരാകുടുക്കിൽപ്പെട്ട അവസ്ഥയിൽ. പെൺമക്കളുടെ വിവാഹത്തിനായി പണം മുൻകൂട്ടി നൽകി സ്വർണത്തിന് ബുക്ക് ചെയ്തവർ ഇപ്പോൾ പണവുമില്ല സ്വർണവുമില്ലെന്ന അവസ്ഥയിലാണ്. പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങുന്ന അവസ്ഥയിൽ ആത്മഹത്യ ഭീഷണി മുഴക്കി പോലും തട്ടിപ്പിനിരകളായവർ രംഗത്തുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് അടച്ചിട്ട അൽ മുക്താദിർ ജുവലറി ഇനിയും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇതോടെ പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് തട്ടിപ്പിനിരകളായവർ. ഏപ്രിൽ 1 മുതൽ ജുവലറി തുറക്കുമെന്ന് പറഞ്ഞാണ് ഇതുവരെ ജുവലറി മുതലാളി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം കടക്കാരിൽ നിന്നും പിടിച്ചു നിന്നത്. എന്നാൽ ഈ ഡേറ്റ് കഴിഞ്ഞിട്ടും ജുവലറികൾ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. നാട്ടുകാരെ കബളിപ്പിച്ച് സമ്പാദിച്ച പണവുമായി അൽ മുക്താദിർ മുതലാളി ഇപ്പോഴും ഒളിവിലാണ്. നേരത്തെ പണം മുടക്കി തിരികെ ലഭിക്കാത്തവർ മൻസൂറിന്റെ വസതിയിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസിൽ പരാതികൾ എത്താതിരിക്കാൻ വേണ്ടി ഇടനിലക്കാരെയും നിയോഗിച്ചാണ് മൻസൂർ അബ്ദുൽ സലാം ഒളിവിൽ പോയത്. ജുവലറി തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും പോലീസിൽ പരാതി നൽകാതെ കാത്തിരിക്കുന്നവരും നിരവധിയാണ്. 0% പണിക്കൂലി തട്ടിപ്പിൽ ഇരകളാക്കപ്പെട്ടവരാണ് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നത്. പലരും പെൺമക്കളുടെ വിവാഹം മുന്നിൽ കണ്ടാണ് നിക്ഷേപം നടത്തിയത്. ഇവർ വിവാഹ ദിവസം അടുത്തതോടെ നെഞ്ചിൽ തീ കോരിയിട്ട് നടക്കുകയാണ്. ജുവലറിയിലെ ജീവനക്കാരെയും ഇടനിലക്കാരെയും വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന അമ്മമാരും കുറവല്ല. പലരും ജുവലറി തുറന്നപ്പോൾ ഷോറൂമുകളിലെത്തി പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജുവലറിയും തുറക്കാത്ത അവസ്ഥ വന്നതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് പലരും. അതേസമയം ജുവലറിയുടെ തട്ടിപ്പിന് ഇരകളായവരുടെ എണ്ണം കൂടിയിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ച് പരസ്യം സ്വീകരിച്ച് വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ. പത്രങ്ങളിൽ വൻ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ കളം പിടിച്ചത്. ഇപ്പോൾ തട്ടിപ്പിൽ ഇരകളുടെ ശബ്ദമുയരാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ സ്വീകരിക്കുന്നതും ഈ തട്ടിപ്പുകാർ വഴിയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതികളെത്തിയാൽ അത് ഒതുക്കാൻ വേണ്ടിയും സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. നേരത്തെ അൽ മുക്താദിർ ജുവലറിക്കെതിരെ തട്ടിപ്പിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അബ്ദുൽ വാഹിദ് അലിയാർ കുഞ്ഞു നൽകിയ പരാതിയിലാണ് കൊല്ലം സിറ്റി പോലീസ് കേസെടുത്തത്. ഫെബ്രുവരി 8 കേസെടുത്തത്. BNSലെ 316(5), 318 4 വകുപ്പുകൾ പ്രകാരമാണ് FIR. 8-ാം തീയതി 7 മണിയോടെയാണ് പരാതി കിട്ടിയതെന്നാണ് FIRലുള്ളത്. അന്ന് 8 മണിയോടെ FIRും രജിസ്റ്റർ ചെയ്തു. മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന അൽ മുക്താദിർ ജുവലറിയുടെ ഉടമയാണ് FIR പ്രകാരമുള്ള ഏക പ്രതി. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറിയുടെ ചെയർമാനായ പ്രതിക്ക് ആവലാതിക്കാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈക്കലാക്കി അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു എന്നാണ് FIRലെ കുറ്റാരോപണം. സ്വർണം ബുക്ക് ചെയ്യുന്ന തീയതിയിലെ വിലയിലും മേക്കിംഗ് ചാർജ് ഈടാക്കാതെയും ബുക്ക് ചെയ്ത തീയതിയിലെ വിലയിൽ സ്വർണ്ണാഭരണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കരാറുണ്ടാക്കി. ഇതുപ്രകാരം 2024 ഏപ്രിലിൽ അൽ മുക്താദിർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് 6,335 രൂപ നിരക്കിൽ 473.65 ഗ്രാം സ്വർണത്തിനായി 30 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. ജൂൺ 3 കൊല്ലത്തെ ഓഫീസിൽ വെച്ച് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തുകയും നൽകി. നാളിതുവരെ 1,18 ലക്ഷം രൂപ തിരിച്ചു നൽകിയിട്ടില്ലെന്നാണ് കേസ്. ആവലാതിക്കാരനെ കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തി ചതിച്ചുവെന്നാണ് FIRൽ പറയുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SI ആണ് കേസെടുത്തത്. ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജുവലറിയാണ് അൽ മുക്താദിർ. 0% പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെയുമാണ് ഈ ജുവലറി കേരളത്തിൽ വിപണി പിടിച്ചത്. വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു ജുവലറിയുടെ പ്രവർത്തനം. ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജുവലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നിരുന്നു. ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടെ അൽ മുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കേരള പോലീസ് കേസെടുത്ത വിവരവും പുറത്തു വന്നത്. 8-ാം തീയതി എടുത്ത കേസിലെ FIR വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണ്. BNSലെ 318(4) വകുപ്പ് പ്രകാരം 7 കൊല്ലം വരെ ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ കുറ്റമാണ് അൽ മുക്താദിർ ജുവലറി ഉടമയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതോടെ തങ്ങൾക്കെതിരെ പരാതികളൊന്നും ഇല്ലെന്ന അൽ മുക്താദിറിന്റെ വാദവും പൊളിയുകയാണ്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടാണ് മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം നേരത്തെ മുങ്ങിയത്.